തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയെ, നിന്നെ അനുധാവനം ചെയ്യാൻ, നിന്റെ കൂടെ യാത്ര ചെയ്യാൻ, നിന്റെ കൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ, അങ്ങയുടെ ശിഷ്യരാകാൻ ഞങ്ങൾ കൊതിക്കുന്ന ഈ സമയത്ത് ഈശോയെ, നിന്റെ ശിഷ്യത്വത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചന ധ്യാനത്തിലൂടെ അങ്ങയുടെ പ്രിയപ്പെട്ടവരാകാൻ നീ നിന്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി അവരെ അനുഗ്രഹിച്ചതുപോലെ ഈ തിരുവചനം കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ പ്രിയപ്പെട്ടവരാക്കി മാറ്റണമേ എന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പസ്തോലന്മാരെ അയക്കുന്നു. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പോസ്തോലന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവൻ്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ പുത്രനായ യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തലോമിയ, തോമസ്, ചുങ്കക്കാരൻ മത്തായി, ഹെൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരൻ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദസ്കറിയാത്ത. ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, സമറിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. വിശാൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഗുരു ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ കുറിച്ചൊക്കെ പറയുന്നത് ചാണക്യൻ എന്ന് പറയുന്ന ഗുരുവാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഭാരതത്തിൻ്റെ ഒക്കെ ഒരു യശസ് ഉയർത്തുന്ന രീതിയിൽ നമ്മളൊക്കെ ഒരുപക്ഷെ വായിച്ച് കേട്ടിട്ടുള്ളതൊക്കെയാണ് ചാണക്യ തന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെയുള്ള വലിയ ഒരു ഗുരുവായിരുന്നു ചാണക്യൻ. അദ്ദേഹത്തിന് കുറേ അധികം ശിഷ്യന്മാരും കുറേ അധികം കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ തക്ഷശിലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഗധ രാജാവ് വിളിച്ചിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക്, മഗധയിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ജനങ്ങളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് രാജാവ് അവിടെ നിന്ന്. അപ്പം ആ സമയത്ത് തക്ഷശിലയിൽ നിന്ന് പോകുന്ന സമയത്ത് തക്ഷശിലയിലുള്ള അവിടുത്തെ ശിഷ്യന്മാരുടെ അടുത്ത് ഈ ഗുരുവായ ചാണക്യൻ 2 ഉപദേശമാണ് കൊടുക്കുന്നത്. ശിഷ്യന് വേണ്ട 2 ഉപദേശങ്ങൾ എന്താണ് എന്നതിന് ചാണക്യൻ പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്, ശിഷ്യന് വേണ്ട 2 ക്വാളിറ്റി: 1 അഹങ്കരിക്കാതെ ജീവിക്കണം, 2 അനുസരണയോടെ ജീവിക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ട 2 ക്വാളിറ്റി ആയിട്ട് അദ്ദേഹം ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ഗ്രൂപ്പുകാർക്ക് മുഴുവൻ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞിട്ടാണ് അവരെ പഠിപ്പിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു ചാണക്യനെ കുറിച്ച് എന്തിനാ ഇപ്പോൾ പറയണേ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു വിവരണത്തെക്കുറിച്ച് നമ്മളിങ്ങനെ കേൾക്കുക. ഈശോയുടെ ശിഷ്യന്മാർ, ഈ 12 പേരെ ഈശോ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ അടുത്ത് ഈശോ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഈശോ പഠിപ്പിച്ച, അവരെ ഇങ്ങനെ ഹൃദയത്തിൽ ഇട്ട കാര്യം എന്ന് പറയുന്നത്, എൻ്റെ മക്കളെ, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഹങ്കരിക്കാതെ പോകണം, നിങ്ങൾ അനുസരണയോടെ നിൽക്കണം. ഈ അഹങ്കരിക്കാതെ പോകണം എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞതാണ് ഈശോ. അവരുടെ അടുത്ത് നിങ്ങൾ കാലിൽ ചെരുപ്പിടരുത്, മറ്റ് പല കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ എളിമപ്പെട്ട് ജീവിക്കാനാണ് ഈശോ ഇങ്ങനെ ഒരു കമൻമെൻറ്റ് അവർക്ക് കൊടുത്തത്. ഇത് പാലിച്ചവർ, അഹങ്കരിക്കാതെ ജീവിച്ചവർ കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരായിട്ട് മാറി എന്ന് പറയാം. എപ്പോഴും അതിലൊരു എക്സെപ്ഷൻ കേസ് എന്ന് പറയുന്നത് നമുക്കറിയുന്ന യൂദസ്കറിയാത്ത. ഈശോ പറഞ്ഞ അഹങ്കാരിക്കരുത് എന്ന് പറയുന്ന വഴിയിൽ നിന്ന് വ്യതിചലിച്ചതാണ് അവൻ്റെ ജീവിതത്തിന് നാശത്തിന് കാരണമായത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ പറയുന്ന ചാണക്യൻ ഇങ്ങനെ അഹങ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈ ശിഷ്യന്മാരെ ഉത്ബോധിപ്പിക്കണ ഒരു സംഭവം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറയണ, എൻ്റെ മക്കളെ, അഹങ്കരിച്ചവര് ആരും ഇന്നോളം വിജയിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സുവിശേഷം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അഹങ്കരിച്ചവര് ആരും. അതുകൊണ്ടാണ് കർത്താവ് എഴുതിയിരിക്കുന്നത്, അഹങ്കാരികളെ സിംഹാസനത്തിൽ നിന്ന് തട്ടിയിട്ടു എന്ന് എഴുതി വെച്ചേക്കുന്നത്. അഹങ്കരിച്ച ഒരു മനുഷ്യരെയും ഒരു സമയത്തും ഉയർക്കുന്നതായിട്ട് കാണുന്നില്ല.
ആ ബാബേൽ ഗോപുരം വീണ് ഇത്രയും പേര് മരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അഹങ്കാരമായിരുന്നു എന്നാണ് തിരുവചനം പറഞ്ഞു തരുന്നത്. ഈ പറയുന്ന രാജാവ് പറയണ കാര്യം, അല്ലെങ്കിൽ ഈ പറയുന്ന ചാണക്യൻ പറയണത് ഇങ്ങനെയാണ്. അഹങ്കരിച്ച ഒരു മനുഷ്യനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് രാവണന്റെ സംഭവം പറഞ്ഞിട്ടാണ്. ഒരു കഥാപാത്രം എന്ന് പറയുന്ന രീതിയിൽ രാവണനെ കുറിച്ച് നമുക്ക് അറിയുന്നത് രാവണൻ ഏറ്റവും കഴിവുള്ള മനുഷ്യനായിരുന്നു. ഒരുപക്ഷെ രാമനേക്കാൾ കഴിവെന്ന് പറയുന്ന രീതിയിൽ അത്രയും കഴിവുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ രാവണൻ. ശ്രീലങ്കയിൽ അറിയപ്പെടുന്ന അവരുടെ നാട്ടുകാർക്ക്, ശ്രീലങ്കൻ ജനതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഈ രാവണൻ എന്നൊക്കെയാണ് പറയണത്. 10 തല എന്നൊക്കെ പറയണത് ഒരു ഐതിഹ്യം പോലെയോ അല്ലെങ്കിൽ സംഭവം പോലെയോ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് കേസാണ്. സന്യാസിയെ പോലെ ജീവിച്ച മനുഷ്യൻ, കഴിവ്, പ്രാഗൽഭ്യം, ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. എന്നിട്ടും ഇങ്ങനെ പറഞ്ഞിട്ട് രാവണൻ രാമന്റെ മുമ്പിൽ തോൽക്കാണ്. രാമരാവണ യുദ്ധത്തിൽ തോറ്റുപോണത് രാമനല്ല, രാവണനാണ്. രാമനേക്കാൾ കഴിവുണ്ടായിരുന്ന രാവണൻ എന്തുകൊണ്ട് തോറ്റു എന്നതിന് ഏക ഉത്തരമായിട്ട് പറയുന്നത് രാവണന്റെ ഉള്ളിൽ അഹങ്കാരത്തിന്റെ കൂടുകൂട്ടിയ കിളികൾ ഉണ്ടായിരുന്നു. അഹങ്കാരത്തിന്റെ കൂടായിരുന്നു രാവണന്റെ ജീവിതം എന്ന് പറഞ്ഞു വെക്കാം. അതുകൊണ്ടാണ് രാവണൻ രാമന്റെ മുമ്പിൽ തോറ്റുപോയി എന്ന് പറഞ്ഞ് പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ മിത്തോളജിക്കൽ കൺസെപ്റ്റ് എഴുതി വെക്കണം. ഈ സംഭവം പറഞ്ഞിട്ട് ഈ ചാണക്യൻ പഠിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: അങ്ങനെ അഹങ്കരിച്ചത് കൊണ്ട് രാവണൻ തോറ്റതുപോലെ നിങ്ങൾ തോൽക്കരുത് എന്ന് പറയാം. ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള കർത്താവ് വെച്ചിരിക്കുന്ന ചെക്ക് എന്ന് പറയുന്നത് അഹങ്കരിക്കാതെ ജീവിക്കാനുള്ള ചെക്കാണ്. പക്ഷെ ഇന്ന് നമ്മൾ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളിങ്ങനെ അഹങ്കാരത്തിൻ്റെ പൊയ്ക്കാലിൽ ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ എന്തൊക്കെയാണെന്നുള്ള ഒരു വലിയൊരു അവസ്ഥയിൽ നിന്ന് നമുക്ക് കടന്നുകൂടിയിട്ടില്ലേ? സത്യം പറഞ്ഞാൽ നമുക്ക് എന്താ ഉള്ളത്? അഹങ്കരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ അഹങ്കാരത്തിൻ്റെ ചെറിയ വഴികളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് തോന്നി അഹങ്കരിക്കാൻ സത്യത്തിൽ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. ഈ മൂക്കൊന്ന് 2 മിനിറ്റ് നേരം പൊത്തിപ്പിടിച്ചാൽ തീരണതല്ലേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഒരാൾ വന്ന് നമ്മുടെ മൂക്ക് പിടിച്ച് മൂക്കും വായും പൊത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ തീരണതേ ഉള്ളൂ ജീവിതം. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ്, ഈ പറയണ മഴ, പ്രളയത്തിൻ്റെ മഴ 2 ദിവസം കൂടെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രളയത്തിലോട് കൂടിയിട്ട് തീർന്നേനെ കേരളം. ഒരു മുല്ലപ്പെരിയാർ പൊട്ടിയ, ഈ പറയുന്ന എന്തെങ്കിലും ഒരു സുനാമി ഉണ്ടായാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ജീവിതം. പിന്നെ എന്ത് കണ്ടാണ് നമ്മളിങ്ങനെ അഹങ്കരിക്കുന്നത്? എന്താ നമുക്കുള്ളത്? എന്താണ് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ഒരു സമയത്ത് അദ്ദേഹം അഹങ്കാരിയായിരുന്നു. അതിങ്ങനെയാണ്, നേതാക്കന്മാർ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രജകളൊക്കെ ദാവീദ് രാജാവ് നീണാൽ വാഴട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ദാവീദിനെ പറയണ, ദാവീദ് ലക്ഷങ്ങൾ ആളുകളെ കൊന്നു, അത്രയും കഴിവുള്ള ആളാന്നൊക്കെ പറഞ്ഞപ്പോൾ ദാവീദിൻ്റെ ഉള്ളിൽ അറിയാതെ അഹങ്കാരം കയറി. ഈ അഹങ്കാരം കയറിയ ഉടനെ തന്നെ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ഗ്രാഫ് കുത്തനെ വീണു പോയില്ലേ? അതുകൊണ്ടാണ് ഉലാത്താനും പോയിട്ട് കണ്ണിക്കണ്ട സ്ത്രീകളുടെ കൂടെ ജീവിതം പങ്കിടുന്ന രീതിയിൽ എന്നൊക്കെ പറയണ ആപത്തിന്റെ വഴിയിലേക്ക് കർത്താവിന്റെ മുമ്പിൽ എളിമപ്പെട്ട് നിന്നാൽ മതിയായിരുന്നു ദാവീദ്. കർത്താവിന്റെ മുമ്പിൽ എളിമയോടുകൂടെ നിൽക്കാൻ ദാവീദ് പഠിച്ചിരുന്നെങ്കിൽ ദാവീദിന് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവായിരുന്നില്ല. ദാവീദിന്റെ കുഞ്ഞ് അവന്റെ കൊട്ടാരത്തിൽ വെച്ച് മരിക്കുമായിരുന്നില്ല. ദാവീദിന്റെ കുഞ്ഞ് മരിക്കുന്നതിനെ കുറിച്ച് ബൈബിളിൽ ഒരു നല്ല ഭാഗമുണ്ട്, ഇടയ്ക്കെടുത്ത് വായിച്ചാൽ നല്ലതാ. ദാവീദിന്റെ കുഞ്ഞ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവരെല്ലാവരും പറയുന്നുണ്ട്, നീ ഇത്ര വലിയ രാജാവല്ലേ, ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോവാ, ഏതെങ്കിലും ദേശത്ത് നിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് നിന്റെ കുഞ്ഞിനെ രക്ഷിക്കുകയും. ആ സമയത്ത് ദാവീദ് നിസ്സഹായതയോടെ പറഞ്ഞു, അങ്ങനെയല്ല, ദൈവത്തിന്റെ മുമ്പിൽ അഹങ്കരിച്ച് എനിക്ക് ഈ ശിക്ഷ ഏറ്റുവാങ്ങിയേ മതിയാവൂ. കുഞ്ഞു മരിച്ചില്ലേ, തീർന്നില്ലേ കാര്യം? നെഞ്ചു കൊടുത്ത്, ചങ്ക് കൊടുത്ത്, ചോര കൊടുത്ത് ജന്മം കൊടുത്ത കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യമില്ലാതെ ദാവീദ് കരയുമ്പോൾ ദാവീദ് എഴുതി വെക്കുന്നുണ്ട്, എൻ്റെ കർത്താവേ, എനിക്ക് തെറ്റുപറ്റി. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടുകൂടെ ജീവിക്കേണ്ടതിന് പകരം നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞപ്പോൾ ഞാൻ അഹങ്കരിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ തെറ്റ് എന്ന് പറഞ്ഞ് കരഞ്ഞു. അങ്ങനെ കരഞ്ഞാണ് 51-ാം സങ്കീർത്തനമൊക്കെ എഴുതുന്നത്. അത് അവനെങ്ങനെ അവൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ വിലാപകാവ്യം പോലെ എഴുതി വെച്ചിട്ട് പറയാ, ഇനി ഞാൻ അഹങ്കരിക്കില്ല. എന്നിട്ട് പിന്നെ എഴുതി വയ്ക്കുക, ഞങ്ങൾക്കല്ല കർത്താവേ,
ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ആ ബൈബിളിൽ ഒരു പാസേജ് വെച്ചിട്ട് ആ ഒരു പാട്ടൊക്കെ വന്നിട്ടുള്ളത്, സങ്കീർത്തന. പിന്നെ പറയാ ദാവീദ്, ഇനി എനിക്കല്ല മഹത്വം, എനിക്കല്ല. ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം നല്ലതാ, നമ്മൾ മഹത്വം ആർക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കണം? നമുക്ക് വേണ്ടിയിട്ടുള്ള മഹത്വത്തിനൊക്കെ വേണ്ടിയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ, അതോ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈശോയുടെ ശിഷ്യനാവണമെങ്കിൽ നിനക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് അഹങ്കാരം വലിച്ചെറിയണം. അതുകൊണ്ട് പറയണം, യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ എന്നാത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കില്ല അല്പവും. പിന്നിലേക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കരിക്കാതെ ജീവിക്കുന്നത്. അഹങ്കരിച്ച മനുഷ്യർ പിന്നിലേക്ക് പോകും. ആ മുമ്പിലുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവർ, ഈശോയുടെ കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചവര് സ്വന്തമായ പെട്ടിക്കടകൾ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതം തീർന്നു പോകുന്ന ബൈബിൾ എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ചതിൻ്റെ ഏറ്റവും നല്ല ക്ലാസിക് എക്സാമ്പിളാണ് യൂദാസ് ഇസ്കറിയോത്ത്. തന്നെ പെട്ടിക്കട ഇട്ടതാ. ഈശോയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയ എന്റർപ്രണർ ആയിട്ട് മാറണ്ട, അത്രയും കഴിവുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ 12 പേരിൽ യൂദാസ് ഇസ്കറിയോത്ത് ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും കഴിവുള്ള മനുഷ്യൻ, ഏറ്റവും കഴിവ്. അതുകൊണ്ടാണല്ലോ അവൻ്റെ കയ്യിൽ പണസഞ്ചി കൊടുക്കണേ. ഒരു ബോധമില്ലാത്ത നമ്മുടെ കയ്യിൽ പണസഞ്ചി തരുമോ? രൂപതയിലൊക്കെ ഞാനൊക്കെ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്, ഞങ്ങളുടെ പ്രൊക്യുറേറ്റർസിനൊക്കെ എത്ര കൃത്യമായിട്ടാണ് ചെയ്യണേ. പിതാവ് എന്താ അദ്ദേഹത്തെ ഏൽപ്പിക്കണേ? അത് അത്രയും കൃത്യമായിട്ട് ചെയ്യുന്ന ഉറപ്പുള്ളതാ, കഴിവുള്ളത് കൊണ്ടാ. അപ്പം അത്രയും കഴിവുണ്ടായിരുന്ന നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? നമ്മൾ ഈ കഴിവിൽ അഹങ്കരിച്ച് ജീവിക്കുകയാണോ? അതോടുകൂടിയിട്ട് ജീവിതം തുറന്നു പോകും. ഇങ്ങനെ കുറെ പരത്തി നീട്ടിയൊന്നും പറയേണ്ട കാര്യമില്ല. ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിച്ചുള്ളൂ. യുദാസിന് പറ്റിയ പരിക്ക്, അവൻ അഹങ്കരിച്ചു. എൻ്റെ ജീവിതത്തിൽ ഈ അഹങ്കാരത്തിൻ്റെ വഴികളുണ്ടെങ്കിൽ, എനിക്കൊരു മുത്തമ്മയുണ്ട്, അതായത് അമ്മയുടെ അമ്മയുടെ അമ്മ. അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അമ്മമ്മ ഇപ്പം മരിച്ചു. അമ്മമ്മ മരിക്കണതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞ, മോനെ താന്ന നിലത്തെ നീരോടു. അത് എഴുതി വെക്കണം കേട്ടാ. നീ അച്ഛനായി ഉണ്ടാവാം, നീ മെത്രാനായി ഉണ്ടാവും, മാർപ്പാപ്പയായി ഉണ്ടാവും, ആരായി ഉണ്ടാവാം, പക്ഷെ നീ തിരിച്ചറിയണം താഴ്ന്ന നിലത്തെ നീരോടു. അത്രേ ഉള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്? എന്നിട്ട് ഇങ്ങനെ ഈ മുത്തമ്മാമ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ നോക്കി നോക്കിയാൽ വേറെ എവിടെയാ നീരോടനെ? ഒന്നുമില്ല. പണ്ടത്തെ ഭാഷയാണ്. അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ, നല്ല നല്ല ഫലങ്ങളുള്ള ആ വൃക്ഷത്തിന്റെ ചില്ലകൾ ഇങ്ങനെ താന്നു നിൽക്കും, എളിമപ്പെടുക. അത് നിന്ന് കഴിഞ്ഞാൽ മുളയ്ക്ക് നിന്നാൽ എന്താ? ഒരു കാറ്റ് വന്നാൽ വീശി പോകുന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണെന്നുള്ളത് ഈ പറയണ മരത്തിനറിയാം. അപ്പം അതുകൊണ്ട് നല്ല പഴങ്ങളുള്ള, നല്ല നിറങ്ങളുള്ള, നല്ല പൂക്കളുള്ള ചെടികളും നല്ല നിറങ്ങളുള്ള വൃക്ഷങ്ങളും ഒക്കെ അതിങ്ങനെ താഴ്ന്നിങ്ങനെ നിൽക്കും, താഴ്ന്നിങ്ങനെ നിൽക്കും. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളത്. യൂണിവേഴ്സൽ സിസ്റ്റം അങ്ങനെയാണ്. അതിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ അരങ്ങേറുന്നത്. അതുകൊണ്ട് ഈശോ പറയണത്, നിങ്ങൾ അഹങ്കരിക്കാതെ ജീവിക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഈശോ ശിഷ്യന്മാരുടെ അടുത്ത് പറയണത്, നിങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അനുസരണത്തിൻ്റെ ഒരു വലിയ അവസ്ഥ ഈ മേഖലയിൽ ഏറ്റവും ആവശ്യമെന്നാണ് പറയുന്നത്. നമുക്കിന്ന് ഏറ്റവും പ്രശ്നമുള്ളൊരു കാര്യം അനുസരിക്കാനല്ലേ. ഈ ദിവസങ്ങളൊക്കെ ചാനൽ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴുള്ളൊരു സങ്കടം എന്ന് പറഞ്ഞാൽ, അനുസരിക്കാൻ ആർക്കും പറ്റുന്നില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള കഥകളും കവിതകളും ഒക്കെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാരാവട്ടെ, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായവർക്കും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിക്ക് എന്ന് പറയുന്നത്, ആരുടെയും മുമ്പിൽ അനുസരിക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവരെ അനുസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അധപതിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് അനുസരിക്കാൻ പറ്റുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഈ ഒരു വചനധ്യാനമൊക്കെ കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ട് മിഴിപൂട്ടിയിരുന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ശരിക്കും ഞാൻ അനുസരിക്കും ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ? എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ, എൻ്റെ അധികാരികൾ പറഞ്ഞാൽ, എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞാൽ, എന്നേക്കാൾ മുതിർന്നവർ പറഞ്ഞാൽ ഞാൻ അനുസരിക്കാൻ തയ്യാറാവും? എന്നേക്കാൾ താന്നവർ പോലും പറഞ്ഞാൽ നല്ലതാണെങ്കിലും അനുസരിക്കാൻ പഠിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പറ്റുന്നുണ്ട്? ദിവസങ്ങളിലുള്ള സങ്കടം എന്താ? 3 വ്രതങ്ങളൊക്കെ ഇല്ലേ നമുക്ക്? 3 വ്രതങ്ങളിൽ പാലിക്കാൻ ഏറ്റവും പാടുള്ള വ്രതം എന്ന് പറയുന്നത് അനുസരണയാണ് ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പാടുള്ള വ്രതം ക്രൈസ്തവ സഭയിലുള്ളത് അനുസരണം. സത്യമാണത്.
ആ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്ന് നിനക്ക് അനുസരിക്കാൻ പറ്റുമോ? അനുസരിക്കുമ്പോൾ അഭിഷേകം ഉണ്ടാവുമെന്ന് മാത്രമാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ തിരുവചനത്തിൻ്റെ മത്തായിയുടെ സുവിശേഷം 10:5 പറയണേ, 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു എന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്. കുറച്ച് ക്ലോസ് വെക്കുകയാണ്. ഈശോയ്ക്ക് വേണമെങ്കിൽ പറഞ്ഞു എവിടേക്കും പോവാ? അല്ല, യേശു അവരോട് ചോദിക്കുകയാണ്, എൻ്റെ മക്കളെ നിങ്ങൾ അനുസരിക്കണം കേട്ടോ, ഞാൻ പറയണ വഴിയിലൂടെ പോകണം, ആ ഭാഗത്തേക്ക് പോകരുത്. അടുത്ത കാര്യം പറയാണ്, വിജാതിയുടെ അടുത്തേക്ക് പോകരുത്, സമരിയയുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. ഇത് അനുസരിക്കാനുള്ള ചില നിബന്ധനകൾ അവരുടെ മുമ്പിൽ കൊടുക്കുക. അത് അനുസരിച്ച് കഴിയുമ്പോൾ കർത്താവിൽ നിന്ന് അഭിഷേകം ഒഴുകുന്നു പറയാം. നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് നമ്മൾ കേട്ടിട്ടുള്ള പാരമ്പര്യങ്ങൾ നമുക്ക് അറിയണം. ഒരു നല്ല ഒരു മനുഷ്യൻ എന്ന് പറയണത്, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരാൾ ഭയങ്കര വില്ലാളി വീരൻ, അർജുനനേക്കാൾ കഴിവുള്ള ഒരാളുണ്ടെന്ന് പറയുന്നത്. അർജുനനാണ് ഏറ്റവും നന്നായിട്ട് അമ്പെയ്യാൻ കഴിവുള്ള ആളെങ്കിൽ അർജുനനേക്കാൾ നന്നായിട്ട് അമ്പെയ്യാൻ കഴിവുള്ള ആളായിരുന്നു ആര് എന്ന് പറയുന്നത്? ഏകലവ്യൻ എന്ന് പറയുന്ന കഥാപാത്രം. ഇപ്പം ഏകലവ്യൻ്റെ പ്രത്യേകത എന്താ? ഏകലവ്യൻ എന്ന് പറയുന്ന ആള് ഒരു ഗുരുവിനെയും കണ്ടിട്ടില്ല. ആകെയുള്ളത് അകലങ്ങളിലിരിക്കുന്ന ഗുരുവിനെ, ദ്രോണാചാര്യർ എന്ന് പറയുന്ന ഗുരുവിനെ അകലങ്ങളിലിരുന്ന് ധ്യാനിച്ച് അദ്ദേഹം പറയണത് ഇവിടെ ഇരുന്ന് അനുസരിച്ച കുട്ടിയാണ്. അങ്ങനെയാണ് ഇവൻ എന്ത് ചെയ്യണത്? അമ്പെയ്യാൻ പഠിക്കണത്. അങ്ങനെ അമ്പെയ്ത്തിൻ്റെ ലോകത്ത് ജീനിയസ് ആയിട്ട് അവൻ മാറണേ. അപ്പം ആ സമയത്ത് ദ്രോണാചാര്യർ എന്ന് പറയുന്ന ഗുരു നെറുകേട് കാണിക്കുന്നുണ്ട്. നിന്റെ വിരൽ എനിക്ക് തരുമോ? നീ അമ്പെയ്യണ വിരൽ എനിക്ക് തരുമോ? സത്യം പറഞ്ഞാൽ ആരെ സമ്മതിക്കുക സ്നേഹമുള്ളവരെ? ഈ വചനം കേട്ടുകൊണ്ടിരിക്കണ ആരെങ്കിലും സമ്മതിക്കോ? പറഞ്ഞുകൊണ്ടിരിക്കണ എൻ്റെ അടുത്ത് പറയാണ്, നിന്റെ നാവ് എനിക്ക് പിഴുതു തരണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പിഴുതു കൊടുക്കുവോ? സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യില്ല. പക്ഷേ ഈ പറയുന്ന ഏകലവ്യം എന്ന് പറയുന്ന അനുസരണയെക്കുറിച്ച് നമ്മുടെ ഭാരതം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇതിഹാസങ്ങൾ പഠിപ്പിക്കുന്ന കഥ എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടമുള്ളത് നിനക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഈ ദ്രോണാചാര്യർ ഇവന്റെ മുമ്പിൽ ഇങ്ങനെ എന്താ പറയുക, മറ്റൊരു അർജുനനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ദ്രോണാചാര്യർക്ക് അറിയാം, ഈ പറയുന്ന ഏകലവ്യം വളർന്നു കഴിഞ്ഞാൽ ഇതൊന്നും പഠിക്കാത്ത, അല്ലെങ്കിൽ എൻ്റെ ശിഷ്യനാവാത്ത ഏകലവ്യൻ ഒരുപക്ഷെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വില്ലാളി വീരനാവും. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രം മെനയാണ് ദ്രോണാചാര്യര് പണിയുന്ന തന്ത്രം എന്ന് പറയുന്നത്. ഇവൻ ഏറ്റവും നല്ല രീതിയിൽ അമ്പെയ്യുന്ന ഇവന്റെ ഈ വിരലെടുത്ത് കളഞ്ഞാൽ അർജുനനായിരിക്കും മുൻപിൽ. ഇത് അറിയുന്നുണ്ട് ഏകലവ്യൻ, ഇതറിയാം. എന്നിട്ടും ഏകലവ്യൻ എൻ്റെ ഗുരു പറയുന്നത് ഞാൻ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് ദ്രോണാചാര്യരുടെ കള്ളനീതിക്ക് മുമ്പിൽ പോലും ഇയാൾ അനുസരണയോടുകൂടെ നടക്കുക. ഈ ഏകലവ്യൻ ഒരുപക്ഷെ ലോകം കണ്ടതിൽ വെച്ച് അനുസരണത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഇതിഹാസങ്ങൾ വാഴ്ത്തുമ്പോൾ, കർത്താവിൻ്റെ തിരുവചനം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അനുസരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ചേ. കർത്താവിൻ്റെ 10 കൽപ്പനകളൊന്ന് അനുസരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ അഭിഷേക. ഈ ദിവസങ്ങളിൽ ഒരു ധ്യാനകേന്ദ്രത്തെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച്. അവിടെ എന്താ സംഭവിക്കണം? അത്ഭുതങ്ങൾ സംഭവിക്കണം എന്ന് പറയുന്നതിൽ അത് വലിയൊരു കാര്യമൊന്നുമല്ല, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അത്ഭുതം. എങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഉടമ്പടി കമ്മിറ്റ്മെന്റ്, കർത്താവ് പറയുന്ന വാഗ്ദാനങ്ങൾ അത് വിശ്വസ്തയോടുകൂടെ നിറവേറ്റാൻ നീ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടുള്ള ചില കൽപ്പനകളിൽ മായം ചേർക്കാതെ നീ ജീവിക്കാൻ തുടങ്ങുന്ന രാത്രി കർത്താവ് നിന്റെ ജീവിതത്തിൽ വന്ന് ഇടപെട്ട് നിന്നെ ഇങ്ങനെ അനുഗ്രഹത്തിന്റെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു. അതാണ് അവിടെ ആ ധ്യാനകേന്ദ്രങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ. അങ്ങനെയല്ലേ? കമ്മിറ്റ്മെന്റ് നടത്തണം. 40 ദിവസത്തെ പ്രാർത്ഥന, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. 40 ദിനരാത്രങ്ങൾ ഈശോ ഉപവസിച്ച് പ്രാർത്ഥിച്ചതുപോലെ 40 ദിവസം നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ, ശത്രുവിനോട് ക്ഷമിക്കാൻ തീരുമാനിച്ചാൽ, ശരീരത്തിനെതിരായിട്ടുള്ള തിന്മ ചെയ്യാതിരുന്നാൽ, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിച്ചാൽ, 10 കൽപ്പനകൾ ഇൻ ദ മാക്സിമം ലെവലിൽ നീ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഉടനെ നിനക്ക് ലഭിക്കുന്നത് നീ ചോദിക്കുന്നതിനപ്പുറത്ത് നിന്റെ കർത്താവ് തരും. അനുസരണ, അതാണ് കർത്താവ് നിന്റെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇതാണ് ആദത്തിനെയും ഹവയെയും വഴിതെറ്റിച്ച്. അനുസരിക്കാൻ പറഞ്ഞിട്ടാണ് കർത്താവ് ആ നന്മതിന്മയുടെ വൃക്ഷം വെച്ചിട്ട് പറഞ്ഞത് ഇതെല്ലാം ഉണ്ട്, ഒരെണ്ണത്തിൽ നിന്ന് പഴം നിനക്ക് ഭക്ഷിക്കാതിരിക്കാൻ പറ്റുമോ? അനുസരിച്ചില്ല. അനുസരിക്കാതിരുന്ന അവരുടെ തലയിൽ ആസിഡ് വീണ അനുഭവമായി. അനുസരിച്ചൊരു വൈദികനെ കൂടെ പറഞ്ഞിട്ട് ഈ ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കാം. അത് നമുക്കൊക്കെ അറിയുന്ന ഒരു അച്ഛനാ. കേരളത്തിലൊക്കെ വന്ന്, മറ്റു രാജ്യത്ത് നിന്ന് വന്ന് ഇവിടെ വന്ന് സംസ്കൃതം പഠിച്ച് അതിൽ
നൈപുണ്യം നേടിയ ഒരാളാണ്. അർണോസ് പാതിരി എന്ന പേര്. അപ്പോൾ ഈ അർണോസ് പാതിരിക്ക് എങ്ങനെയാണ് പുത്തംപാന എഴുതാൻ പറ്റിയത്? അർണോസ് പാതിരിയുടെ ജീവിതത്തിൽ കുറേ അധികം ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാരമ്പര്യം പറയുന്നത് അർണോസ് പാതിരി കർത്താവിൻ്റെ വചനങ്ങളെ അച്ചടക്കായിട്ട് അനുസരിച്ചു. വേലൂരുള്ള സമയത്ത് അർണോസ് പാതിരീനെ കൊല്ലാൻ നോക്കുന്നുണ്ട്. അർണോസ് പാതിരി അടുത്ത ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ വെട്ടി തുണ്ടം തുണ്ടാക്കാനുള്ള തീരുമാനം അവരെടുക്കുന്നുണ്ട്. ഈ തീരുമാനം എടുത്തിട്ട് അവർ തീരുമാനം എടുക്കുന്നത് അവിടെയുള്ള ഒരു ടെഡി ഷോപ്പിൽ വെച്ചിട്ടാണ്. അപ്പം അവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കണ ഭക്ഷണം പ്രിപ്പയർ ചെയ്യണ ഒരു സഹോദരി ഇത് കേട്ടിട്ട് ആ വിവരം വന്ന് ഈ പറയുന്ന അച്ഛൻ്റെ അടുത്ത് പറയാം. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറയും, അവിടെ ഒരു വാഴപ്പിണ്ടി വെക്കുകയും അതിനെ മൂടി പുതച്ചിടുകയും രാത്രി വന്ന് അവർ കഷ്ണമായിട്ട് പോയി എന്നൊക്കെയുള്ള ഒരു പാരമ്പര്യമുണ്ട് തൃശ്ശൂർ ഭാഗത്ത്. വേലൂർ എന്ന് പറയണ അർണോസ് പാതിരി വന്നുപോയ സ്ഥലത്തെക്കുറിച്ച്. ഇപ്പം ഈ അർണോസ് പാതിരി അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഈ പറയുന്ന മരണഗർത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? അക്രൈസ്തവയായ സ്ത്രീയാ. ആ പറയുന്ന ഒരു കള്ള് ഷാപ്പില് അവിടെ ഭക്ഷണം വെക്കുന്ന ഒരു സ്ത്രീയിലൂടെ ദൈവം ഇടപെട്ട് വന്ന് അർണോസ് പാതിരിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരാള് നിന്നെ ഈ അച്ഛനെ കൊല്ലാനുള്ള തീരുമാനം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഗൂഢാലോചനകൾ ഇവിടെ നടത്തിയിട്ടുണ്ടെന്ന് പറയാൻ ഇങ്ങനെയാണ് ഒരു അക്രൈസ്തവയായ സ്ത്രീക്ക് പറ്റിയും ചോദിക്കുന്നതിന് ഈ പറയുന്ന അർണോസ് പാതിരിയുടെ ജീവിതം പറയണത്, അർണോസ് പാതിരിയുടെ ജീവിതം അനുസരണയുടെ ജീവിതമായിരുന്നു എന്നുള്ളതാണ്. പുത്തംപാന എന്ന് പറയണ ഇത്രയും വലിയ പാന എഴുതാനായിട്ട് ഇത്രയും 12-ാം പാദം വരെയൊക്കെ അതിന് ശേഷമുള്ള 13-ഉം 14-ഉം പാദങ്ങൾ മലയാളത്തിൽ എഴുതി ഏറ്റവും അഗ്രഗണ്യനായിട്ട് അർണോസ് പാതിരി മാറിയത് അദ്ദേഹത്തിൻ്റെ അനുസരണം കൊണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനിയാണെങ്കിൽ നമുക്കുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈശോയുടെ മക്കള് ഈശോയുടെ ശിഷ്യരാവുണ്ടാവില്ല. ഈശോയുടെ ശിഷ്യരാകുന്നവർക്ക് കൊടുക്കുന്ന വില ലോകത്തിൽ മറ്റൊരിടത്തുമില്ല. നമുക്ക് ഇന്ന് മുതൽ പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. നമുക്ക് എല്ലാവർക്കും കരങ്ങൾ കൂപ്പി ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ എന്നെ അഹങ്കാരിയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, അഹങ്കാരത്തിൻ്റെ വഴികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ കഴിവുകളിലോ ഞങ്ങളുടെ ജീവിതത്തിലോ ഞങ്ങളുടെ സൗന്ദര്യത്തിലോ ഏതെങ്കിലും മേഖലകളിൽ ഞങ്ങൾ അഹങ്കരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവെ, ഇന്ന് ഈ വചനധ്യാനത്തിലൂടെ ഞങ്ങൾ നിൻ്റെ മുമ്പിൽ മാപ്പ് അപേക്ഷിക്കുക. അഹങ്കരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങളെ മാറ്റി പരിശുദ്ധ അമ്മയെപ്പോലെ എളിമയോടുകൂടെ ജീവിക്കാൻ, താഴ്മയുള്ളവരെ ദൈവം ഉയർത്തുന്ന ഒരു അനുഭവം ഈ വചനം കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ അനുസരണത്തിൻ്റെ വഴികൾ അവിടുന്ന് തുറന്നു തരണേ. മറ്റുള്ളവരുടെ മുമ്പിൽ സഭയുടെ നിയമങ്ങൾ, ദൈവിക നിയമങ്ങൾ, ധാർമ്മിക നിയമങ്ങൾ, മാതാപിതാക്കളെ എല്ലാം അനുസരിക്കുന്നവരായി തീരാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.